ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് ഗൂഗിൾ മാപ്പിൽ പോലും പേര് കാണിക്കാത്തൊരു വില്ലേജിലാണ്. ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാനാണെങ്കിൽ നെറ്റ്വർക്ക് ഇല്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കാനായിട്ട്. സ്പാനിഷ് ആണെങ്കിൽ പൊക്കിയിട്ട് അറിയുള്ളൂ, അതുകൊണ്ട് സംസാരിക്കാനും പറ്റില്ല. ഞാൻ കുറേ സെർച്ച് ചെയ്തു, ഗൂഗിൾ മാപ്പിൽ കിട്ടിയില്ല. തൊട്ടപ്പുറമുള്ള ലാസ്റ്റ് പിനാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ വില്ലേജൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ വില്ലേജിന്റെ പേര് മാത്രം ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. സോ ഞാനിപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ബരിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഒരു കുറച്ചുകൂടി വലിയൊരു സ്ഥലത്തേക്ക്. ഫുൾ ഓഫ് റോഡായിരിക്കും, പോകുന്ന വഴി റോഡൊന്നും ഇല്ല. വണ്ടി കിട്ടുമോയെന്ന് അറിയില്ല, ഇന്ന് അവിടെ എത്തുമോയെന്നും അറിയില്ല. എന്തായാലും ഞാനിപ്പോൾ തന്നെ ഇറങ്ങുവാണ്. ഇപ്പോൾ സമയം ഒരു 7:45 അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഹോലാ. സോ എൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്ത സമയത്ത് ബാഗിൽ വെയിറ്റ് ഭയങ്കര കുറഞ്ഞു, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ആക്ച്വലി ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഡ്രസ്സൊക്കെ മിസ്സായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നോക്കിയ സമയത്ത് എൻ്റെ കുറേ റെഡ് ടീഷർട്ട്, എൻ്റെ റെഡ് തന്നെ 2 ഉണ്ട്, അതിൽ ഒരെണ്ണം മിസ്സിങ് ആയി. ഓറഞ്ച്, പിന്നെ എൻ്റെ ഒരു സ്വിമ്മിങ് സ്യൂട്ട് എല്ലാം മിസ്സായിട്ടുണ്ട്. ഇതെന്തോ ആരും എടുത്ത പോലെ ഉണ്ട്, എനിക്കറിയില്ല. ഞാൻ ബാഗൊക്കെ വെച്ചിട്ട് പല സ്ഥലത്തേക്കും പോകുന്നതാണ്, ബാഗ് പല സ്ഥലത്ത് വെച്ചിട്ട്. ഇനി ആരെങ്കിലും ഓപ്പൺ ചെയ്ത് എടുത്തോ എന്തുണ്ടായല്ല. ആരെങ്കിലും എടുക്കാണ്ട് ഇത്രയും സാധനം ഒറ്റയടിക്ക് മിസ്സാവില്ല. കാരണം ഇവിടെ വരുന്ന വരെ ഞാൻ എല്ലാ ദിവസവും നോക്കുന്നുണ്ടായി. ഇങ്ങനെയുള്ള വില്ലേജിൽ എത്തിയപ്പോഴാണ് ബാഗ് പല സ്ഥലത്തും വെയിറ്റ് കാരണം വെച്ചിട്ട് ഗ്രാമങ്ങൾ കാണാനൊക്കെ പോയത്. എന്താ അറിയില്ല, എന്തെങ്കിലും ആവട്ടെ, പോയത് ഇനി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. സോ അവരെന്തോ കഴിക്കാനുണ്ട്, കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ എന്താ നോക്കിയോട്ടെ. എന്താ അല്ല മുട്ട. ഹായ്, മുട്ട എനിക്കിഷ്ടമാണ്. സമാധാനമായിട്ടുള്ളത് കഴിക്കാനുണ്ടല്ലോ. സാധാരണ ഒരു ഇലയും എന്തെങ്കിലുമൊക്കെ തരാം. ഭയങ്കര ഹാപ്പി മുട്ടയൊക്കെ കണ്ടപ്പോൾ. ഞാനിതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ. ഗ്രാസിയാസ്. ബൈ ബൈ ബൈ. ഗ്രാസിയാസ്. ബൈ ബൈ. ഓക്കെ, ബരിയാസ്. ഓക്കെ, ബൈ ബൈ. എത്തുമെന്നൊന്നും അറിയില്ല, അവരുടെ അടുത്ത് പറയുന്നുണ്ട്. ബൈ. ഞാൻ മെയിൻ റോഡ് കയറിയിട്ട് നടത്തം തന്നെ നടത്താം. 32 കിലോമീറ്റർ അല്ലേ ഉള്ളേ. എന്തായാലും എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും നോക്കാലോ. ഇത്ര നേരം എൻ്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നിട്ട് ബാഗായിട്ട് കണ്ടപ്പോ നിനക്ക് ആളെ മനസ്സിലായില്ലേ? ബാഗായിട്ട് കണ്ടപ്പോ ആളെ നിനക്ക് ആർക്കും എന്നെ മനസ്സിലായില്ലേ? ഇത്ര നേരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് ആർക്കും മനസ്സിലായില്ല കേട്ടാ. നോക്ക്, ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ആർക്കും മനസ്സിലാവണല്ലോ. ബാഗൊക്കെ നോക്കി വേറെ ഡ്രസ്സിലിട്ടപ്പോ. ഇന്നലെയൊക്കെ ഞാൻ ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണല്ലോ ഇട്ടത്. പിന്നെ രാത്രി റൂമിലെത്തിയിട്ടാണ് ഞാൻ ഡ്രസ്സ് മാറ്റിയത്. ഓക്കെ, ഗ്രാസിയാസ്. ബൈ ബൈ. ഇവരൊക്കെ ആക്ച്വലി അടുത്തടുത്ത വീടുകളിലാണ്, പക്ഷെ ഓരോ വീട്ടിലാണ് താമസിക്കുന്നത്. ബൈ. ലൈക്ക് ഒറ്റ ഫാമിലിയാണ്, വേറെ വീട്ടിലാണ്. ടാറ്റാ. ഇതുണ്ടോ, അവര് പകുതി ഇത് കട്ട് ചെയ്തെടുത്ത് ഇവര് കഴിക്കും. ഞാനിതാ റോഡിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പട്ടികൾ വീണ്ടും രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊരു വടിയായിട്ടാണ് നടക്കുന്നത് കേട്ടോ. എല്ലാ ദിവസവും ഇതന്നെ പണി. ഈ കാട്ടിൽ നിന്ന് ഞാൻ എന്ന് റോഡിലേക്ക് എത്തുമെന്നോ അതുവരെ ഞാൻ ഈ പട്ടീൻ്റെ കടി കൊള്ളാതെ ഞാൻ നോക്കണം. ഇനിയിപ്പോൾ അടുത്ത വീടെത്തുമ്പോൾ അടുത്ത വീട്ടിലേക്ക് കുറയ്ക്കും. ഒരു വീട്ടിലൊരു 4 പട്ടിയെങ്കിലും ഉണ്ടാവും. പിന്നെ ഇനിയാ ഞാനിപ്പോൾ ഇന്നൊരു വലിയ വടി എടുത്ത് കൈ പിടിച്ചേക്കാം. നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, വഴി കണ്ടു കഴിഞ്ഞാൽ വഴിയാന്ന് പോലും തോന്നാത്തൊരു വഴി കൂടിയാണ് ഞാൻ നടക്കുന്നത്. വണ്ടി എങ്ങനെ പോകാനാ? ഒരു ഓട്ടോറിക്ഷ മാത്രം അപ്പുറത്തും ഇപ്പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ചെറിയ വില്ലേജിലേക്ക്, അല്ലാണ്ട് ഒരു വണ്ടിയും പോകുന്നില്ല കേട്ടോ. നോക്കിയേ, നല്ല രസമുള്ളൊരു പ്ലേ ഗ്രൗണ്ട് ആണ് കേട്ടോ. ഫുട്ബോൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അതെ അവിടെ കാണുന്നത്. അങ്ങോട്ടൊക്കെ നോക്കുന്നേ, അവിടെയൊക്കെ കുട്ടി കുട്ടി വില്ലേജ്, അങ്ങ് ദൂരെ അവിടെ ഒരു വില്ലേജ്, ഇവിടെ ഒരു വില്ലേജൊക്കെ കാണുന്നുണ്ട്. എത്ര മലയാന്നറിയോ, ഓരോ ഷെയ്ഡായിട്ട് ഒരു മല പുറകില് ഫുള്ള് മല തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഓരോ മലയും താണ്ടി ഞാൻ എപ്പോൾ എത്തുമെന്ന് അറിയില്ല. ഞാൻ എന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 8 മണിയായപ്പോൾ തന്നെ ഞാൻ നടക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ടാണ് എത്ര കിലോമീറ്റർ എന്നെ കൊണ്ട് നടക്കാൻ പറ്റും അത്രത്തോളം നടന്നെത്താമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ വണ്ടി എന്തായാലും പോവാതിരിക്കില്ല. ഏതെങ്കിലും ആൾക്കാർ എങ്ങടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടതാണ്, അപ്പോൾ ലിഫ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റും തോന്നുന്നു. ഇവിടെ കണ്ടോ, ഇതാണ് പെട്രോൾ പമ്പ്. ഇങ്ങനെ ഒരു പെട്രോൾ പമ്പാണുള്ളത്. പെട്രോൾ പമ്പ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനം. ഇതുപോലത്തെ വണ്ടി, ഇങ്ങനത്തെ വണ്ടിയൊക്കെയാണ് ഇവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം റോഡ് കണ്ടില്ലേ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. കയറ്റവും ഇങ്ങനത്തെ റോഡൊക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ കയറ്റം തുടങ്ങണുള്ളൂ, പിന്നെ എക്സ്ട്രീം കയറ്റമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡല്ലേ, അപ്പോൾ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. ഞാൻ നടക്കുന്നുണ്ട് എന്തായാലും.
വണ്ടിയൊന്നും വരും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് നടന്ന് തീരാൻ പറ്റാവുന്ന അത്രയും നടന്നിട്ട് രാത്രി എവിടെയെങ്കിലും എത്തുമ്പോൾ കിടന്നുറങ്ങാമെന്ന്. വടി കയ്യിൽ വെച്ചുകൊണ്ട് പട്ടികൾക്കൊക്കെ ഒരു പേടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പേടിയില്ല. ഞാനിതാ നടന്ന് കുറച്ച് ദൂരമൊക്കെ എത്തിയിട്ടുണ്ട്. ദേ അങ്ങ് ഓപ്പോസിറ്റ് കാണുന്ന വില്ലേജ് കണ്ടില്ലേ, അവിടെ നിന്നാണ് ഞാൻ നടന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അയ്യോ, ഞാനിനി എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. എന്തായാലും 32 കിലോമീറ്റർ ഇതുപോലത്തെ വഴി കൂടെ നടക്കാൻ ഒരു ദിവസം കൊണ്ട് പറ്റൂല. ഞാനിപ്പോൾ ഒരു 3 കിലോമീറ്റർ നടന്നു കേട്ടോ. 3 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 3 കിലോമീറ്റർ നടന്ന് ഇനി 29 കിലോമീറ്റർ നടക്കാനുണ്ടാവും. പക്ഷെ എന്തായാലും നടക്കും തോന്നുന്നില്ല. 29 കിലോമീറ്റർ ഒന്നും എന്നെ കൊണ്ട് ഇപ്പം തന്നെ എനിക്ക് വയ്യാണ്ടായി. ഇവിടെ നമുക്ക് കുഞ്ഞിനൊക്കെ ബാക്കിലിട്ട് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കുന്നു. ഇവർ നടക്കും കേട്ടോ. ഇവരൊരു ദിവസം എത്രയോ കിലോമീറ്റർ നടക്കും, അവർക്കൊരു പ്രശ്നമില്ല. എന്നുണ്ടോ അവിടെ നിന്നൊരു പുള്ളിക്കാരി എന്തോ തലയിൽ ഏറ്റി വരുന്ന കാണാം. ഞാനപ്പോൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു ഓട്ടോറിക്ഷ അല്ലാണ്ട് ഇതുവരെ ഒരു വണ്ടി അങ്ങോട്ടോ ഒരു വണ്ടി ഇങ്ങോട്ടോ പോയിട്ടില്ലേ. അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ നടന്നു വരുന്ന കാണുന്നുണ്ട് കേട്ടോ. കുഞ്ഞി പിള്ളേരെ തന്നെ തലയിലൊക്കെ വെയിറ്റ് ഏറ്റിയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് എന്തോ ഡ്രസ്സ് അലക്കാൻ വേണ്ടി പോയതാണ്. എവിടെയെങ്കിലും അരുവിയോ ചെറിയ വെള്ളത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ കിലോമീറ്റർ ദൂരം നടന്നിട്ടായിരിക്കും വരുന്നത്. അവർക്ക് ശീലമായി. ജനിച്ചപ്പോൾ തൊട്ടേ അവരൊരു ദിവസം 10 കിലോമീറ്ററൊക്കെ നടക്കും. ഞാനിപ്പോൾ ഞാൻ 5 കിലോമീറ്റർ 10 കിലോമീറ്ററൊക്കെ നടക്കാറുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ ഇങ്ങനത്തെ റോട്ടിൽ കൂടെ നടക്കാറില്ല. നല്ല റോട്ടിലൂടെയാണ് ഞാനൊരു 10 കിലോമീറ്ററൊക്കെ ബാക്ക് പാക്കായിട്ട് നടന്ന വലിയ പ്രശ്നമില്ല. പിന്നെ ആകെ സമാധാനം ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ പോലും തണുപ്പാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ നടക്കാൻ ഒരു ചൂടും കൂടെ ആയിരുന്നെങ്കിൽ എത്രയോ ബുദ്ധിമുട്ടി തന്നെ ഞാൻ നടക്കാനായിട്ട്. ഓലാ റിവർ ഓക്കെ ബൈ അഡിയോസ്. അവിടെ റിവർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ റിവറിൽ നിന്ന് തിരിച്ചു വരുന്നവർ പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ ആയിട്ട്. ഓക്കെ, ഒരു ഓട്ടോയിൽ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നടന്ന് വയ്യാണ്ടായി. ഈ ഓട്ടോ മേ ബി ഒരു 1 കിലോമീറ്ററൊക്കെ ഉണ്ടാവും. 1 കിലോമീറ്ററൊക്കെ 1 കിലോമീറ്റർ വണ്ടിയിൽ പോകാൻ പറ്റാണ്ട് ഞാൻ ഈ ഒരു ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാ വഴിയുണ്ടാ നടക്കാൻ 8 മണിക്കൂറൊക്കെയാണ് കാണിക്കുന്നത് ഞാൻ നോക്കിയ സമയത്ത് മാപ്പിൽ. ഓക്കെ ബൈ ബൈ. ഇവിടെ ഞാൻ ഓട്ടോന് 10 കെറ്റ്സാലാണ് കൊടുത്തിട്ടുള്ളത്. ആകെ 1.5 കിലോമീറ്റർ ആണ് കേട്ടോ വന്നത്. ഇത് ആ വില്ലേജിലേക്ക് സാന്റാ റോസ് മൊറേലിയ എന്ന് പറഞ്ഞ വില്ലേജാണിത്. അങ്ങോട്ട് പോകുന്ന വഴിയാ. ഇതാണ് എനിക്ക് പോകാനുള്ള വഴി. നോക്ക്, ഇതൊരു വഴി കാണുമ്പോൾ വഴിയാന്ന് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്. ഞാനാണെങ്കിൽ ആ ഓട്ടോയിൽ കയറിയ സമയത്ത് ഒരു വണ്ടി പാസ് ചെയ്തു. ആ ആള് പറയുന്ന അടുത്ത വില്ലേജ് വരെ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അടുത്ത വില്ലേജ് വരെ പോവായിരുന്നു. ഇത് ഒരു കാര്യമില്ലാണ്ട് ഞാൻ ആ ഓട്ടോയിൽ കയറി. ഞാൻ എന്ത് ചെയ്യാനാ, കുറേ നേരം നടന്ന് ക്ഷീണിച്ചുകൊണ്ട് മാത്രം ഞാൻ കയറിയത് ഓട്ടോയിൽ. ഇത്ര നേരമായിട്ട് ഇതേ അവിടെയാണ് ആകെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്ന കാണുന്നത്. അതും ചെറിയൊരു അരുവി. അപ്പോൾ ആ പിള്ളേർ എവിടെ നിന്നാണോ നേരത്തെ വാഷ് ചെയ്യാനൊക്കെ വന്നത്. നടന്നതേ ഇതാണ്ടോ, മഴയൊക്കെ പെയ്തിട്ട് ചെളിയാണ് ഇവിടെ എല്ലാം. ഇതുപോലത്തെ ചെറിയ കടം മാത്രം കാണുന്നുണ്ട് ഇടയ്ക്ക് വെച്ച്. നമുക്ക് ഉണ്ടോ ഇപ്പം നോക്കി റോഡൊക്കെ ഭയങ്കര കുഞ്ഞായി വന്നിട്ടോ. വളരെ ചെറിയ റോഡ്. ഇതിൽ കൂടെ ഒക്കെ വണ്ടി വരുമോ എന്തോ, അപ്പം എൻ്റെ സംശയം. ഒരു ഹോപ്പും ഞാൻ വെക്കുന്നില്ല ഇപ്പോൾ വണ്ടി വരും എന്നുള്ളതിൻ്റെ. ഇവർക്കൊക്കെ ഹോസ്പിറ്റൽ കേസ് വന്ന് എന്ത് ചെയ്യും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ഇവിടെ കടന്ന് മരിക്കും. അല്ലാണ്ട് എന്ത് ചെയ്യും? ഈ വഴിയിലൂടെ ഒരു ഹോസ്പിറ്റൽ സൈഡിലേക്ക് എത്തണമെങ്കിൽ 32 കിലോമീറ്ററാണ് ആ വില്ലേജിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായത്. 32 കിലോമീറ്റർ പോകാൻ 3 മണിക്കൂറാണ് കാണിക്കുന്നത്. 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മാപ്പിൽ കാണിക്കണമെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. ഒരു 4 മണിക്കൂർ എടുക്കും. 4 മണിക്കൂർ ഈ വഴിയിലൂടെ എല്ലാം പോയി ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും എമർജൻസി ആണെങ്കിൽ ആൾ തട്ടിപ്പോവുമല്ലോ. ഇവിടെ എന്താ റോഡ് അവർ തടഞ്ഞു വെച്ചേക്കുന്നത് നോക്കിയേ, ബോർഡർ പോലെ. ഇനി വേറെ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതാണോ എന്നറിയില്ല. ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതായിരിക്കും. എന്നാലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടികളെങ്ങനെ പോവും? ഇവിടെ ആരാ ഉള്ളേ? എന്താ അവസ്ഥ? ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വണ്ടി എങ്ങനെ പോവും? അല്ലെങ്കിലേ വണ്ടിയൊന്നും ഇല്ല. ഇവിടെ ഒരു പെങ്കൊച്ചു മാത്രം അവിടെ ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ പൂട്ടിയിട്ടേക്കുന്നത്? ഇതെങ്ങനെ ചോദിക്കും? ഓല വൈ ദിസ്? ആ, പട്ടിയാണോ വന്നത്? ഒരാവശ്യമില്ലായിരുന്നു വിളിച്ചു വരുത്തണ്ടേ, ഒരാവശ്യവും ഇല്ലായിരുന്നു. വെറുതെ കൊറോണത്തിനെ വിളിച്ചു വരുത്തി.
ഇതെന്താ സാധനം എന്ന് മനസ്സിലാവണല്ലോ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റോഡ് എന്തെങ്കിലും സീനായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടാണോ വണ്ടി പോവോ ഒരു ഐഡിയ ഇല്ല. ഇവിടെ എന്തോ ബോർഡ് കാണുന്നുണ്ടല്ലോ, ഇമ്പോർട്ടൻ്റ് എന്നും പറഞ്ഞാണല്ലോ, വാർണിംഗ് എന്നും പറഞ്ഞാണല്ലോ കൊടുത്തേക്കണേ. എന്തോ മെയിൻ്റെനൻസിൻ്റെ പൈസയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ കൊടുത്തേക്കുന്നത്. എടുത്ത് മാറ്റാൻ പറ്റുന്നുണ്ടത് വണ്ടി വരുമ്പോൾ. വണ്ടിയൊന്നും വരുന്നേയില്ല. ഈ ഒരു സാധനം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാം എപ്പോഴെങ്കിലും ഒരു വണ്ടി വന്നാലായി. 5 മിനിറ്റോടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. നല്ല പീസ്ഫുള്ളാണ്, ഒരാളുടെയും ശല്യമില്ല. പട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ഇതേ നോക്കി കണ്ടോ എത്ര സൈലൻ്റാണ്. വാഴകളുണ്ട് ഇവിടെ കുറച്ച് അഡ്വഞ്ചർ കൂടിപ്പോയോ എന്ന് സംശയമില്ലാതില്ല. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് രാവിലെ 3 മണിക്ക് എണീച്ച് പോയാൽ മതിയായിരുന്നു എന്ന്. ഒരു കുഴപ്പമില്ലായിരുന്നു. ശരിക്കും ഞാൻ 3 മണിക്ക് എണീച്ചു, അത് മുള്ളാൻ വേണ്ടി എണീച്ച് തന്നിട്ട് വീണ്ടും കിടന്നുറങ്ങി. പക്ഷേ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടുണ്ടായില്ല, അതാണ്. പിന്നെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ട് ഞാൻ പോകാണ്ടിരുന്നു. ഇനിയിപ്പോൾ നാളെ 3 മണിക്ക് വണ്ടി പോവും, അപ്പോൾ പോകേണ്ടി വരും. ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങിയിട്ട് നാളെ 3 മണിയാകുമ്പോൾ വണ്ടി വരുമ്പോൾ പോവാം. ഇന്ന് തന്നെ പോയാൽ മതിയായിരുന്നു. ഞാൻ വിചാരിച്ചു നല്ല രസമല്ലേ, നടന്ന് വില്ലേജൊക്കെ കണ്ട് രസമാണ്. പക്ഷെ വില്ലേജ് വേണ്ടേ കാണാൻ? അങ്ങോട്ടൊക്കെ ഉണ്ടോ ഹുവേ തെനങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള റീജിയൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഞാൻ എൻട്രി ചെയ്തു. അതായിരുന്നു അവിടെ ആ ഒരു ഇത് കണ്ടത്, ഒരു ബോർഡർ പോലെ. ഞാൻ കീച്ചെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത്, ഹുവേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻട്രി ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും റോഡും വഴിയൊക്കെ ഇതുപോലെ തന്നെയാണ്. അങ്ങനെ എനിക്കിതാ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് 8 കിലോമീറ്റർ അങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു നെക്സ്റ്റ് വില്ലേജ്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ഓഫ്ലൈൻ മാപ്പാണ്, ഓഫ്ലൈൻ മാപ്പിൽ നോക്കിയ സമയത്ത് കണ്ടത് 8 കിലോമീറ്റർ ആണ് കേട്ടോ. വഴി കേട്ടോ, കാട് നോക്ക്, എന്തോരം കാടാ. ഈ കാട്ടിനുള്ളിലൂടെയാണ് ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട് ഈ കാട്ടിനുള്ളിൽ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും വൈൽഡ് ആനിമൽസ് ഉണ്ടാവുമോയെന്ന്. പക്ഷെ ആരും അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞേനെ, നടക്കാൻ പാടില്ല, വൈൽഡ് ആനിമൽസ് ഉണ്ടായേനേന്ന്. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ഒരു ചെറിയ കാടാണെങ്കിൽ തന്നെ വൈൽഡ് ആനിമൽസിനെ കാണാം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, കാരണം ഇവിടെ എത്രയോ വലിയ ഡീപ്പ് ഫോറസ്റ്റുകളുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുള്ളൂ, അല്ലാതെ ഈ ഗ്രാമത്തിനടുത്തുള്ള സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഫോൺ വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ, ഞാൻ ഫോൺ എടുത്തേക്കാം. ഒരു കൈ പിടിച്ചിട്ടൊന്നും ഒരിക്കലും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എക്സ്ട്രീം ഡിഫിക്കൽട്ടാണ്. പോകുന്ന വഴി നോക്കുന്നത് ഇങ്ങനത്തെ റോഡിലൂടെ ഉണ്ടോ പോകുന്നത്. ഇടയിലൊക്കെ വെള്ളം കാണും, ചെറിയ അരുവിയൊക്കെ ആയിട്ട്. ഇപ്പം മൊത്തം കാടായി, കാട് തന്നെയാണ്, ഫുൾ വലിയ മലകളാണ് കാണുന്നത് കേട്ടാ. ഇത് കണ്ടാ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വെള്ളം കാണുന്നുണ്ട്, ചെറിയ അരുവികളൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പോകുന്നത്. എല്ലാവരും ഇങ്ങനെ കളിക്കാനുള്ള ഗ്രൗണ്ട് കാണും കേട്ടോ, നല്ല രസമുള്ള പച്ച കളറിലെ ഗ്രൗണ്ട്. ഒരു വണ്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വണ്ടിയൊന്നുമില്ലേ. ഞാനിത് അവിടെ ഒരു വില്ലേജിൽ എത്തിയിട്ടുണ്ട്, അവർ ഇവിടെ വരെ ഉള്ളൂ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, അത്യാവശ്യം വലിയ പുഴയാണ്. ഇവിടെ നല്ലൊരു പാലൊക്കെ കാണുന്നുണ്ട്, ഫുൾ മലകളും. അപ്പോൾ ഇതുവഴി പാലം ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നിട്ട് വേണം എനിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഒരു മല കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി, ഇനി കയറ്റാൻ തോന്നുന്നുണ്ട്. ക്രോസ് ചെയ്തിട്ട് അവിടെ അങ്ങ് വഴി കാണുന്നുണ്ട്, കയറി നടന്നു പോകണം. അങ്ങ് ദൂരം ഉണ്ടോ, അതിൻ്റെ നടുവിലൊക്കെ ഒരു വീടൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ തോന്നുന്നു. ഇനി എനിക്ക് 22 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ബരിയാസിലേക്ക്. ഞാൻ ഇന്ന് തന്നെ ബരിയാസ് എത്തും, നോക്കിക്കോ. ഇവിടെ റോഡ് ഇച്ചിരി കൂടെ ബെറ്റർ ആയ പോലെ ഒരു ഫീലൊക്കെ ഉണ്ട്. നെറ്റ്വർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ടാസ്ക്. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് വീഡിയോസ് ഇടാൻ പറ്റൂല, പിന്നെ ചാർജ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഇലക്ട്രിസിറ്റി പ്രോപ്പർ അല്ല, ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോവും, അതൊക്കെയാണ് പ്രശ്നം. ചുറ്റും മലയും കാടും. ഓക്കെ, ഭയങ്കര പച്ചപ്പാണ് കേട്ടോ, എവിടെ നോക്കിയാലും നല്ല ഗ്രീൻ കളറിലാണ് കാണുന്നത്. മരുഭൂമിയൊന്നല്ലല്ലോ, അതന്നെ പകുതി സമാധാനം. ഈ പച്ചപ്പ് കാണുമ്പോൾ ഒരു സമാധാനം ഉണ്ട്. എക്സ്ട്രീമായിട്ട് പൊടിക്കാറ്റടിക്കുകയാണ് കേട്ടോ, ഭയങ്കര കാറ്റ്.
വെള്ളമൊക്കെ കുറവാണേ. അങ്ങോട്ട് ദൂരെ റോഡൊക്കെ കാണുന്നുണ്ട്, അതുവഴി വേണം എനിക്ക് പോകാനായിട്ട്. ശരിക്കും ചുറ്റും ഒന്ന് നോക്കിയേ, ചുറ്റും മലയാണ് കേട്ടോ. നോക്ക് 360 ആംഗിളിലും മലയാണ്. ഞാൻ 360 ആംഗിളിൽ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ? തിരിഞ്ഞിരിഞ്ഞ് ഇവിടെ എത്തി. എങ്ങോട്ട് നോക്കിയാലും മല, ഇങ്ങോട്ട് നോക്കൂ മല, ഇങ്ങോട്ട് നോക്കൂ മല, ഇങ്ങോട്ട് നോക്കൂ മല, അങ്ങോട്ട് നോക്കൂ മല. ഇതാണ് കേട്ടോ ആ വില്ലേജ്, യുല സാൻ ഹുവാൻ. യുവ സാൻ ഹുവാൻ എന്ന് വായിക്കണം, ജെയും ഇല്ല എല്ലും ഇല്ല. ഇതൊക്കെ നോക്കിയേ എന്തോരം കാടാണെന്ന്. വലിയ മലയും കാടും ഉണ്ടോ. ഇനി അങ്ങോട്ട് കയറ്റാന്നുണ്ട്. കയറ്റുവാണെങ്കിൽ പാടായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുക കുറച്ചു നേരം, കയറ്റാണെങ്കിൽ. അല്ലെങ്കിൽ നടക്കാം. ഇനി അങ്ങോട്ട് കയറ്റം, നല്ല കയറ്റാണ്. ഈ മല ക്രോസ് ചെയ്ത് അപ്പുറം എത്തണം, നല്ലോണം എത്താൻ പറ്റുള്ളൂ. നല്ല എക്സ്ട്രീം കയറ്റം ഇവിടുന്നേ തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുകയാണ്. ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്ത് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടും വണ്ടിയൊന്നും വന്നില്ലെങ്കിൽ നടക്കാം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് നേരെ കാണാൻ പറ്റുന്നു, ചുറ്റും കാട്. ദേ എവിടെ നോക്കിയാലും കാടാകണ്ട. നല്ല തണുപ്പുണ്ട്. ഏതെങ്കിലുമൊക്കെ വണ്ടി വരുമായിരിക്കും അല്ലേ, വെയിറ്റ് ചെയ്യാം. വിശക്കുണ്ട്. എൻ്റെ കുറച്ച് സ്നാക്സ് ഉണ്ട്, അത് കഴിക്കാം. എൻ്റെ ഉള്ളത് അന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കുറച്ച് ക്യാഷു ആണ് കേട്ടോ. അന്ന് മേടിച്ച് നന്നായി, അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. നീണ്ട കാത്തിരിപ്പിന് ശേഷം എനിക്കിതാ വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ, കുറെ നേരത്തിന് ശേഷം ഒരു വണ്ടിയിലൊക്കെ ലിഫ്റ്റ് കിട്ടുമ്പോൾ എന്താ സന്തോഷം എന്നറിയോ. എവിടേക്കാന്ന് പോലും ചോദിച്ചില്ല. ചോദിച്ചിട്ട് ഇനി അവിടേക്കല്ലാന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ കേട്ടില്ല, കുറച്ച് ദൂരമൊക്കെ ആണെങ്കിലേ. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാതെ കയറി. por favor എന്ന് പറഞ്ഞ്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന്. വഴിയിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ ഒന്നും അങ്ങനെ വണ്ടിയൊന്നും പോകില്ല. എപ്പോഴെങ്കിലാണ് വണ്ടി പോകുന്നത്. എനിക്ക് തോന്നുന്നത് ബരിയാസിലേക്ക് തന്നെയാണെന്ന്. അവിടുന്ന് 19 കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് തന്നെ ആയിരിക്കും. പിള്ളേരും എല്ലാവരും കയറിയിട്ടുണ്ട് കേട്ടോ അതില്. എപ്പോഴെങ്കിലും അല്ലേ ഒരു വണ്ടി പോകണേ. ഫൈനലി ഞാനിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, ബരിയാസിൽ എത്തിയിട്ടുണ്ട്. 2-3 ദിവസമായി ഞാൻ ബരിയാസിലേക്ക് പോകാനുള്ള വഴി തേടി വരുന്നു. ഇവിടെ ആളും അനക്കൊക്കെ ഉള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. റോഡ് ഇനിയും മോശം തന്നെയാണ്. ഇനിയും കുറേ ദൂരം പോയാലാണ് ടാറിട്ട റോഡൊക്കെ എത്തുള്ളൂ. എന്നാലും ആളും അനക്കൊക്കെ ആയിട്ട് ട്രാഫിക്കൊക്കെ ഉള്ള കുറേ വണ്ടികളൊക്കെ ഒരുമിച്ച് കണ്ട് ഒരു വലിയ ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഇവിടുന്ന് വേണം അടുത്ത സ്ഥലത്തേക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് പോകാൻ. എനിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത്രയും ദിവസമായിട്ട് ഞാൻ കഴിച്ചതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ്. സോ എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കണം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഫ്രൂട്ട്സോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും കഴിച്ചിട്ട് വേണം എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. സീരിയസ്ലി ഭയങ്കര സന്തോഷം. എന്താ പറയണ്ടേ, ഇത്ര സന്തോഷമോ. കുറേ വണ്ടികളും ആൾക്കാരും ഒക്കെ കണ്ടപ്പോൾ, ടൗണൊക്കെ കാണുമ്പോൾ സന്തോഷം. അങ്ങനെ കുറേ ദിവസമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കഴിഞ്ഞ ദിവസം റീചാർജ് ചെയ്തില്ലേ 1500 രൂപയ്ക്ക്, അതും തീർന്നു കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല, വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെ തീർന്നെന്നറിയില്ല. അത് ഇവിടെ നല്ല ഫ്രഷ് മാങ്ങയൊക്കെ കാണുന്നുണ്ട്. കഴിക്കണമെങ്കിൽ അത് കട്ട് ചെയ്ത് തരുവാണെങ്കിൽ കഴിക്കായിരുന്നു. ഈ ചുമന്ന കളറിലുള്ള ഈ മാങ്ങ ഉണ്ടല്ലോ, അത് ഞാൻ ഇവരുടെ അടുത്ത് കട്ട് ചെയ്ത് മേടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കട്ട് ചെയ്ത് തരാൻ. അങ്ങനെ കട്ട് ചെയ്ത് മേടിക്കുന്നുണ്ട്. ഇവിടെ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ ടൗൺ ആണ്. ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 20 കെറ്റ്സാലാണ് വരുന്നത് ഒരെണ്ണത്തിന്. അത് കപ്പിൽ തരുന്നതുകൊണ്ടാണ്, അല്ലാതെ മേടിക്കുവാണെങ്കിൽ അത്ര റേറ്റ് ഉണ്ടാവില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞാനിത് അവിടെ ഒരു ചിക്കന്റെ പീസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. വെറും 7 കെറ്റ്സാലാണ് വരുന്നുള്ളേ. ഇതേ ഇവിടെ പാർക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചിക്കൻ കഴിക്കാന്ന് വിചാരിച്ചു. മേടിച്ച ചിക്കന്റെ പീസ് ചൂടാറി കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇരുന്ന് കഴിക്കാനാണ്. അതിനിടയിലൊക്കെ ഓരോ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നമുക്ക് കാണാം. ഇതിന് ചുറ്റും ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അവർ കഴിക്കുന്നതാണോ വിൽക്കുന്നതാണോ മനസ്സിലാവുന്നില്ല കേട്ടോ. കഴിക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. എന്തൊക്കെ ഫുഡാന്ന് മനസ്സിലാവുന്നില്ല. എന്താ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം. നല്ല തണല് കാണുന്നുണ്ട്. എല്ലാവിടെയും തണലുണ്ട്. ഞാൻ 2 പീസ് മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ എല്ലും സാധനങ്ങളൊക്കെ ഞാൻ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ പീസും ചെറുത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരുത്തരം കൂടെ ഉണ്ടായിരുന്നു. അവൻ ക്യാച്ച് ചെയ്ത് പിടിക്കും. നോക്കിയിരിക്കാം. എന്ത് ഫൈനൽ പീസ് ആർക്കപ്പം കൊടുക്കുക.
അത് പാവോ ഇത് പാവോ ഇതും പാവോ. ആരാ ചിട്ടോട്ടെ. ഓ അവൻ തന്നെ കേട്ടോ. ഓൻ കൊണ്ടുപോയി. ഞാൻ ഫുള്ള് കൊണ്ടുപോയി, ഇതൊന്നും കൊടുത്തില്ല. അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പിൽ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇത്രയും ദിവസം ഒന്നും കഴിക്കാണ്ട് എനിക്ക് ഭ്രാന്തായി. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ മാങ്ങയും ചിക്കനും ഐസ്ക്രീമും എല്ലാം തിന്നാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കട്ടെ. എന്താ ഓർഡർ ചെയ്യണ്ടേ? എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കട്ടെ. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും കണ്ടിട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ പറഞ്ഞു തന്നിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ചോക്ലേറ്റ് മേടിച്ചു കേട്ടോ. ഓക്കെ, താങ്ക് യു, ഗ്രാസിയാസ്. ഐസ്ക്രീമിനൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയോ? ഇത്രയും ദിവസം ഒന്നും കഴിക്കാണ്ട് എനിക്ക് ആകെ എന്തോ പോലെ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ തിരുന്ന്. ഗുഡ്. അവിടുന്ന് ഇറങ്ങി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ട് ഹുയെ തുരങ്കോ എത്തണം. അങ്ങോട്ട് 56 കിലോമീറ്റർ ഉണ്ട്. കാറിൽ തന്നെ ഒരു 4-5 മണിക്കൂർ എടുക്കും. അപ്പോൾ ലിഫ്റ്റ് കിട്ടി വരുമ്പോഴേക്കും എത്തുമോ എന്നറിയില്ല. നോക്കട്ടെ. എനിക്കിതാ ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആകെ 2 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, 2 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്ന് കയറ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഇപ്പോൾ റോഡ് കുഴപ്പമില്ല, പക്ഷേ ഇനി ഓഫ് റോഡ് ആവും. ഞാനിതാ ഈ പയ്യൻ്റെ ബൈക്കിലാണ് കേട്ടോ വന്ന് ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഏതൊരു വില്ലേജിൽ. ഇനി അങ്ങോട്ട് മൗണ്ടൻസ് ആണ് കാണുന്നത്. പക്ഷേ റോഡ് നല്ലതാണ് കേട്ടോ. ഇനി എത്ര ദൂരം നല്ല റോഡാണെന്ന് അറിയില്ല. ഇപ്പോൾ നല്ല ടാറിട്ട റോഡൊക്കെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ടാറ് പോകുന്നുണ്ടായി. എത്ര ടൈമിന് അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഫുള്ള് നല്ല റോഡാണെങ്കിൽ പെട്ടെന്ന് എത്തിയേനെ. ഇവിടുന്ന് ഞാനിപ്പോൾ എൻ്റെ ഡാറ്റ തന്നിട്ട് ഈ പയ്യൻ്റെ ഫോണിൽ നോക്കിയപ്പോഴാണ് കണ്ടോ 124 കിലോമീറ്റർ ഉണ്ട് ഹുയെ തെനാങ്കോലേക്ക്. 4 മണിക്കൂറാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല റോഡാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. റോഡ് ഓക്കെ, കമ്മിനോ ബിയൻ. അപ്പോൾ കുറച്ച് കുഴപ്പമില്ലാന്നാണ് തോന്നുന്നു. എനിക്ക് അടുത്ത വണ്ടിയിലൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ബൈക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ പോണ വഴിക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും അടിപൊളി വില്ലേജും നല്ല രസമുണ്ട്. മലേൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ഓരോ വീടുകളാണ്. അതൊക്കെ കണ്ട് ബൈക്കിൽ പോകുമ്പോൾ അത് കൂടുതൽ ഫീൽ ചെയ്യും. അവിടെ നോക്കി അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മലേൻ്റെ ഇടയിലുള്ളൊരു വില്ലേജ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കി ആ മല മൊത്തം വില്ലേജാണ് കേട്ടോ. ഒരു മലേൻ്റെ പകുതി ഭാഗം വില്ലേജായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇവിടുന്ന് ദൂരേന്ന് കാണാനത് നല്ല രസമുണ്ട്. തണുപ്പും കൂടെ ആയതുകൊണ്ട് അടിപൊളി. ഇതെല്ലാം ഭയങ്കര ഡീപ്പ് ഹിഡൻ വില്ലേജ്. ഒരു ടൂറിസ്റ്റും വരില്ല. നോ കമ്പാനിയ. ലോക്കൽ കാസ. ഞാനിത് ആ ബൈക്കിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ഒന്ന് നിർത്താൻ പറഞ്ഞു. എന്ത് രസമാണ് നോക്കി. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വില്ലേജ്. എന്ത് വില്ലേജിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കേട്ടോ. നല്ല രസമുണ്ട്. ഈ ഏരിയ എത്തിയപ്പോൾ തണുപ്പ് ഭയങ്കരമായിട്ട് കൂടി. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം 1-1:30 ആയിട്ടുണ്ട്. ഈ സമയത്ത് നല്ല തണുപ്പാണ്. തണുത്ത കാറ്റാണ് കേട്ടോ അടിക്കുന്നത്. നമ്മൾ ഒരു മല കയറി നല്ല ഹൈറ്റിലെത്തി. അതുകൊണ്ടാണ് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല ഹൈ റേഞ്ചിലാണ് ഉള്ളത്. ശരിക്കും വരുന്ന വഴിക്കൊക്കെ ഊട്ടി പോലെ തോന്നി. ഊട്ടി, മൂന്നാർ, വാഗമണൊക്കെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ റോഡും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡുണ്ട്. ശരിക്കും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ? ആളിതാ ഈ ഒരു വില്ലേജ് വരെ ഉണ്ടായുള്ളൂ കേട്ടോ. നോക്കിയേ, നല്ല രസമുള്ള വില്ലേജാണ് കേട്ടോ ഇത്. കുറേ ഉണ്ട്. ഇത് വേറെ വില്ലേജസ് ആണെന്ന് തോന്നുന്നു. ആ മല മൊത്തം വീടുകളാണ്. നോക്കി, മലേൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെയും വീടാണ് കാണുന്നത്. കണ്ടാ, മലേൻ്റെ ടോപ്പാണ് അത്. അവിടെ വരെയും വീട് തന്നെയാണ് കാണുന്നത്. മഴ വരാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു. ബ്ലാക്ക് കളറായിട്ട് മേഘങ്ങളുണ്ട് ആ സൈഡിൽ. ഈ സൈഡിൽ നല്ല ബ്ലൂ ആണ്. ഇവിടെ അതേ നല്ല ഐസ് പോലത്തെ വെള്ളമാണ് കേട്ടോ കിട്ടുന്നത്. ഞാൻ കുടിക്കുകയാണ്. മോളിൽ നിന്ന് വരുന്ന വെള്ളം നല്ലതാന്ന് തോന്നുന്നു. കൈ ഇങ്ങനെ ഫ്രീസായി പോണേ. തൊടുമ്പോൾ അത്ര തണുപ്പ്. ഉച്ച സമയത്ത് മലേൻ്റെ മുകളിൽ ഇങ്ങനെ തണുത്ത വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ബോട്ടിൽ വെള്ളം തീരാനായി. ഇച്ചിരി ഉള്ളത് നിറച്ച് കഴിഞ്ഞാൽ അത് കയറ്റി നടക്കണം. കുറേ നേരം നടക്കണം. എനിക്ക് വയ്യ. ഓ എന്ത് തണുപ്പാ. കൈ വേദന എടുക്കുന്നു കേട്ടോ. കൈ വേദന എടുക്കുന്നു. ഞാനിപ്പോൾ ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഹുയെ തെനാങ്കോ എത്തുമെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇനി ഞാൻ ഹൈലാൻഡ് ഹൈ റേഞ്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഹൈ റേഞ്ചാണ്. വീണ്ടും ഹൈ റേഞ്ചിലേക്കാണ് പോകുന്നത്. ഓ അതിൽ ഡോഗുണ്ട് ബാക്കിൽ. അല്ലെങ്കിൽ എന്നെ കയറ്റിയേനെ. ഹോൺ അടിച്ചിട്ട് പോയി. ഞാനപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.